ഉയർത്തണം. വേറെ ഒരു വ്യക്തിയും ഒരു ജനവും കൂടെ ഉയരുവാൻ അനുവദിക്കുകയില്ല. യേശുവിന്റെ നാമം മാത്രമാണ് എല്ലാ നാമത്തിനും മേലായ നാമം. ഒരു ജനത്തെ ഉയർത്താനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, എന്റെ കർത്താവിനെ ഉയർത്താനാണ്. അതുകൊണ്ട് മനഃപൂർവ്വം സ്റ്റേജിലത് ചേരൊന്നുമില്ലാതെ നമ്മുടെ കർത്താവിനെ മാത്രം മറ്റുള്ളവരെ സ്വത്രം പ്രിസൈഡ് ചെയ്യുന്നവരും പ്രസംഗിക്കുന്നവരും മറ്റൊക്കെ നമുക്കൊക്കെ സ്വത്രം നമ്മുടെ കർത്താവ് മാത്രമാണ്. ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും ബന്ധമാനത്തിനും യോഗ്യൻ. ഭക്തിയുടെ ദൈവാത്മാവിനോട് പറഞ്ഞു അനേക ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുമ്പോ ഒന്നാം സംഘത്തിന്റെ ഒന്നാം ഭാഗത്തിൽ ദാവീദ് പറയുക, അയ്യോ അക്ഷരമില്ലാതെ പോകുന്ന കാലയളവിൽ ദൈവഭക്തിക്ക് വില കൊടുക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ദൈവത്തിന് ആവശ്യമാണ്. In this conference allows to build a new generation of younger people who will stand for godliness and who will exercise and practice godliness. What we have invested will be a good investment, and I believe God will do that. ദൈവഭക്തിക്ക് വേണ്ടി നിലകൊള്ളുന്ന ചില യൗവനക്കാരെ ഈ കോൺഫറൻസിൽ വാർത്തെടുക്കുവാൻ കർത്താവിന് പ്ലാനുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധന്മാരായ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാർ ഇവിടെ ആയിരിക്കുന്ന ദൈവഭക്തി അഭ്യസിക്കുന്ന നിങ്ങളെ വിശുദ്ധിയിൽ മുന്നേറുവാൻ, ദൈവഭക്തിയിൽ മുന്നേറുവാൻ, ദൈവഭക്തരായി ജീവിക്കുവാൻ ഈ കോൺഫറൻസ് നിശ്ചയമായി കാരണമാക്കി തീർക്കും. കൂടാതെ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരു റിവൈവൽ മീറ്റിംഗ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കർത്താവ് തന്ന ഒരു പ്രത്യേക ഭാരമായി വിക്ടോറിയൻ പ്രദേശം ഇവിടെയുള്ള ദൈവസഭകൾ ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു പരിശുദ്ധാത്മാവ് നിറവിലുള്ള ഒരു ആരാധന ദേശത്തെ വെളിപ്പെടുവാൻ എന്ന് മാത്രമല്ല ഇവിടെ വരുന്ന ദൈവദാസന്മാർ, ദൈവദാസന്റെ ദാസിദാസന്മാർ വിവിധ പട്ടണങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്ന എല്ലാവരും ആത്മാവിൽ ഉണർത്തപ്പെട്ട് നിങ്ങൾ പോയി ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു വലിയ ആത്മ പകർച്ചയുടെ കാലവളമായി കോൺഫറൻസ് തീരുവാൻ സർവശക്തി ഇടയാക്കട്ടെ. ചില വാക്കിൽ ഞങ്ങൾ നിർത്തിയ ദൈവഭക്തരായി ജീവിക്കുക, ദൈവഭക്തി അഭ്യസിക്കുക, നമ്മെ തികഞ്ഞ ദൈവഭക്തരായി ഈ കോൺഫറൻസ് അല്ലെങ്കിൽ കഴിഞ്ഞ ഇവിടുന്ന് മടങ്ങിപ്പോകും. ഇനി നിങ്ങളെ ലോകം വിധിക്കട്ടെ ഒരു തികഞ്ഞ ആത്മീയ, ഒരു തികഞ്ഞ ഭക്തൻ, അല്ലെങ്കിൽ ഒരു ദൈവഭക്തൻ അങ്ങനെ പട്ടണത്തിലുണ്ടെന്ന് അല്ലെങ്കിൽ അന്യാരാധനയുടെ ശക്തി ജീവിക്കുന്നവർ അറിയട്ടെ. ഒരു ദൈവഭക്തൻ പട്ടണത്തിൽ അവർക്കൊന്നും ചെയ്യാൻ സാധ്യമാണ്. ദൈവഭക്തിക്ക് വില കൊടുക്കാം, ദൈവഭക്തരായി ജീവിക്കാം, ദൈവഭക്തി അഭ്യസിക്കാം. അതിനാണ് ഇതൊന്ന് വർഷം പ്രാർത്ഥിച്ച കോൺഫറൻസിനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. Heavenly Father, we thank you for this present time. Praise the Lord. We inaugurate this conference in the name of the Father and of the Son and of the Holy Spirit. Let your name be glorified. Amen. Let your name be magnified. Lord, I pray that those who come here to preach thy word, let them live Jesus. To God be all the glory. We speak blessing. ഈ കോൺഫറൻസിന്റെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു ഇനാഗ്രേറ്റ് ചെയ്തു. ഇന്ന് തൊട്ട് സൺഡേ സഭായോഗം തീരുന്നത് വരെ ആത്മാവിന്റെ വലിയൊരു പകർച്ച അനുഭവിച്ചു. കർത്താവിന്റെ മഹത്വം നാമം.